എടാ ഓരോ കുപ്പി മൂത്തത്. ഞാനൊരു പുതിയ കോൺട്രാക്ട് വിളിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻസ് നിന്നാണ് കിട്ടിയത്. എന്നാ പിന്നെ ഒന്ന് ആഘോഷിച്ചു കളാമെന്ന് കരുതി. ഈ ചാക്കോ മുതലാളിയുമായിട്ട് എന്തായിരുന്നു വഴക്ക്? എടാ നാക്കിൽ വെക്കാൻ തന്നെ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയെക്കുറിച്ചുള്ള ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് സിനിമയെക്കുറിച്ചുള്ള ആരുമറിയാത്ത അന്നത്തെ പിന്നാമ്പുറ കഥകൾ, സിനിമയുടെ അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഗോസിപ്പ്, സിനിമ ഹിറ്റോ അതോ ഫ്ലോപ്പോ, സിനിമയുടെ അന്നത്തെ നിർമ്മാണ ചെലവ്, സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത്, സിനിമയിലെ ഹിറ്റ് പാട്ടുകൾ, രചന, സംഗീത സംവിധാനം, അങ്ങനെ ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമാ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങള് ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിലവിടെ ചെന്ന് പറഞ്ഞു കാണും. ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു. അനുഭവങ്ങൾ പാളിച്ചകൾ മലയാള ചലച്ചിത്ര ശാഖയിലെ ചരിത്രപരമായൊരു നാഴികക്കല്ലാണ്. റിലീസ് ചെയ്ത് അരനൂറ്റാണ്ടിലധികം, അതായത് 54ലേറെ വർഷങ്ങൾ പിന്നിടുമ്പോഴും രാഷ്ട്രീയവും വ്യക്തിബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളെ തികഞ്ഞ റിയലിസത്തോടെ ദൃശ്യവൽക്കരിച്ച അപൂർവ സൃഷ്ടിയായി ഈ ചിത്രം നിലകൊള്ളുന്നു. പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ള 1966 പ്രസിദ്ധീകരിച്ച ഇതേ പേരിലുള്ള ജനപ്രിയ നോവലിനെ ആസ്പദമാക്കി നാടകീയത ചോർന്നുപോകാതെ തോപ്പിൽ ഭാസി തിരക്കഥയൊരുക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്തതാണ് ഈ ചിത്രം. മഹാനടൻ സത്യന്റെ അവസാന ചിത്രമെന്ന നിലയിലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആദ്യ സിനിമാ അരങ്ങേറ്റമെന്ന നിലയിലും ഈ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്നു. മഞ്ജിലാസിന്റെ ബാനറിൽ MO ജോസഫ് നിർമ്മിച്ച ഈ ചിത്രം അന്നത്തെ ചലച്ചിത്ര നിർമ്മാണ രീതികളിൽ നിന്നും വേറിട്ടുനിന്ന് മികച്ച സാങ്കേതിക തികവോടെയാണ് പ്രേക്ഷകരിലേക്കെത്തിയത്. ഛായാഗ്രഹണം, ചിത്രസംയോജനം തുടങ്ങിയ മേഖലകളിൽ അന്നത്തെ മുൻനിര പ്രതിഭകൾ ഒന്നിച്ചണിനിരുന്നു. 1950കളിലെ പുന്നപ്ര, വയലാർ, ഹരിപ്പാട് മേഖലകളിൽ പടർന്നു പന്തലിച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. പ്രധാന കഥാപാത്രമായ ചെല്ലപ്പൻ ചാക്കോ എന്ന മുതലാളിയുടെ സ്ഥാപനത്തിലെ തൊഴിലാളിയും തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വെച്ചുപുലർത്തുന്ന സമർപ്പിതനായ പാർട്ടി പ്രവർത്തകനുമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോഴും സ്വന്തം കുടുംബത്തോടും ഭാര്യ ഭവാനിയോടും അയാൾ തികഞ്ഞ അനീതി കാണിക്കുന്നു. ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയമാരോപിക്കുന്ന അയാൾ മകൻ കുട്ടപ്പൻ തന്റേതല്ലെന്ന് വിശ്വസിച്ച് അവനെ വെറുക്കുകയും മകൾ കുമാരിയോട് മാത്രം വാത്സല്യം കാണിക്കുകയും ചെയ്തിരുന്നു. ഗോപാലനാണോടി എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? അവൻ ഇവിടെയാണോ കിടന്നതെന്ന്? ആര്? ഒരു തൊഴിക്കലിന്റെ കച്ചവടം ഒതുക്കി കളയും ഞാൻ. കള്ളിന്റെ കെട്ട് ഇപ്പോഴും വിട്ടില്ലെന്ന് തോന്നുന്നു. തൊഴിലുടമയുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെടുന്ന ചെല്ലപ്പൻ പിന്നീട് സംഭവിക്കുന്ന ചില സംഘർഷങ്ങൾ കാരണം പോലീസിനെ വെട്ടിച്ച് ഒളിവിലിറങ്ങുന്നു. പാർട്ടി നിർദ്ദേശപ്രകാരം പ്രഭാകരൻ എന്ന വ്യാജപേരിൽ ഹരിപ്പാടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ വീട്ടിൽ താമസിക്കുന്ന അയാൾക്ക് അവിടുത്തെ മകളായ പാർവതിയുടെ സ്നേഹം ലഭിക്കുന്നു. എന്നാൽ ഒരു രാത്രിയിൽ അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രഭാകരനെ പാർവതി എതിർത്ത് തോൽപ്പിക്കുന്നു. ഈ സംഭവം അയാളിൽ വലിയ മനസ്താപവും ധാർമ്മികമായ ഉണർവുമുണ്ടാക്കുകയും സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാടണയുന്ന ചെല്ലപ്പനെ കാത്തിരുന്നത് അത്യന്തം ക്രൂരമായ യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഭർത്താവിന്റെ അഭാവത്തിൽ അതിജീവനത്തിനായി പോരാടിയ ഭാര്യ ഭവാനി ചെല്ലപ്പന്റെ സുഹൃത്തായ ഗോപാലന്റെ സംരക്ഷണത്തിൽ കഴിയാനും അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനും നിർബന്ധിതയായിരുന്നു. കൂടാതെ അയാൾ ഏറെ പ്രാണനായി സ്നേഹിച്ച മകൾ കുമാരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടുപോയിരിക്കുകയും ചെയ്തിരുന്നു. ആകെ തകർന്നടിഞ്ഞ ചെല്ലപ്പൻ എറണാകുളം നഗരത്തിലേക്ക് അലഞ്ഞുതിരിയുന്നു.
അവിടെ നടക്കുന്ന ഒരു ഫാക്ടറി സമരത്തിനിടയിൽ അവിചാരിതമായി ഇടപെടുന്ന അയാൾ തൊഴിലാളികളെ ഉപദ്രവിക്കുകയും പെൺകുട്ടിയുടെ കാണാതാകലിന് കാരണക്കാരനാകുകയും ചെയ്ത ക്രൂരനായ ഫാക്ടറി ഉടമയെ വധിക്കുന്നു. തുടർന്ന് പോലീസിന് കീഴടങ്ങുന്ന അയാൾക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു. അബദ്ധജന്യമായ സംശയങ്ങളും വീഴ്ചകളും കാരണം ഒരു മനുഷ്യന്റെ ജീവിതവും കുടുംബവും എങ്ങനെയെല്ലാം തകർന്നടിയുന്നു എന്ന തിരിച്ചറിവിലാണ് ചിത്രം അവസാനിക്കുന്നത്. മലയാള സിനിമയിലെ പ്രഗത്ഭരായ അഭിനേതാക്കളുടെ നിര തന്നെ ഉണ്ടായിരുന്ന ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രവും കൃത്യമായ വ്യക്തിത്വത്തോടെയാണ് ആവിഷ്കരിച്ചത്. ചിത്രത്തിന്റെ ഗ്രാമീണ സീനുകൾ പ്രധാനമായും ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ യഥാർത്ഥ പ്രദേശങ്ങളിലാണ് ചിത്രീകരിച്ചത്. പുന്നപ്ര, വയലാർ, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ തെങ്ങിൻതോപ്പുകളും കായലോരങ്ങളും അക്കാലത്തെ അഗ്രേറിയൻ തൊഴിലാളിവർഗ അന്തരീക്ഷത്തെ അതുപോലെ പകർത്തി. നഗരപശ്ചാത്തലത്തിലുള്ള സീനുകൾ എറണാകുളത്തെ തെരുവുകളിലും നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിസരത്തുമായാണ് ഷൂട്ട് ചെയ്തത്. ഇൻഡോർ സീനുകളുടെ ചിത്രീകരണം ചെന്നൈയിലെ വിക്രം, ഭരണി, ശ്യാമള സ്റ്റുഡിയോകളിൽ പൂർത്തിയാക്കി. മെല്ലി ഇറാനിയുടെ ഛായാഗ്രഹണം കഥയുടെ വൈകാരിക തലങ്ങളെയും ഗ്രാമീണ നൈർമല്യത്തെയും ഒരേപോലെ ഒപ്പിയെടുത്തു. എനിക്കൊരു സ്നേഹക്കുറവുമില്ല. എന്റെ ഒരു ആശ എത്ര നാളായിട്ട് എന്നോട് പറയുന്നു. വീട്ടിൽ ഒരു സൗകര്യമില്ലാഞ്ഞിട്ടല്ലേ? എന്റെ അച്ഛൻ ഉറക്കത്തിൽ നല്ല ബോധമാണ്. എന്നാലും നീ വിചാരിച്ചാൽ നമുക്കൊന്ന് കാണാൻ പറ്റില്ലേ? പക്ഷെ വിചാരിക്കണം. മലയാള സിനിമയിലെ നിത്യസ്മരണീയമായ നിരവധി അണിയറ ഓർമ്മകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രശസ്ത നടൻ സത്യൻ രക്താർബുദ ബാധിതനായി മരണത്തോട് മല്ലടിക്കുന്ന സമയത്താണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. പലപ്പോഴും ഗുരുതരാവസ്ഥയിലായിരുന്നിട്ടും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് രക്തം മാറ്റിവെച്ച ശേഷം അദ്ദേഹം സെറ്റിലെത്തി അഭിനയം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ചിത്രം പൂർണ്ണമായും പൂർത്തിയാകും മുമ്പ് 1971 ജൂൺ 15 അദ്ദേഹം അന്തരിച്ചു. തുടർന്ന് ക്ലൈമാക്സിലെ ചില രംഗങ്ങളിലും പോലീസ് വാനിൽ സത്യന്റെ കഥാപാത്രത്തെ കൊണ്ടുപോകുന്ന രംഗത്തിലും ഒരു ഡ്യൂപ്പ് നടനെ ഉപയോഗിച്ചാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. സിനിമയുടെ അവസാന രംഗത്തിൽ സത്യന്റെ കഥാപാത്രത്തെ പോലീസ് വാനിൽ കൊണ്ടുപോകുമ്പോൾ ഷീലയുടെ കഥാപാത്രം പിന്നാലെ ഓടി വിതുമ്പുന്ന കാഴ്ചയുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ സത്യന്റെ വേർപാടിലുണ്ടായ തീവ്രമായ ദുഃഖമാണ് ആ രംഗത്തിൽ ഷീലയിൽ നിന്നും പുറത്തുവന്നതെന്ന് സിനിമാ വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു സുപ്രധാന ഏടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആദ്യ സിനിമ അരങ്ങേറ്റം. മഹാരാജാസ് കോളേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ സിനിമയോടുള്ള അഭിനിവേശം കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ജനക്കൂട്ടത്തിലൊരാളായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ബഹദൂർ അവതരിപ്പിച്ച ഹംസയുടെ ചായക്കട തകർക്കപ്പെട്ട ശേഷം ഒത്തുകൂടുന്ന ജനക്കൂട്ടത്തിൽ ക്ലീൻ ഷേവ് ചെയ്ത് മുണ്ടുടുത്തു നിൽക്കുന്ന മമ്മൂട്ടിയെ കാണാം. ചിത്രീകരണ വേളയിൽ സെറ്റിൽ വിശ്രമിക്കുകയായിരുന്ന സത്യൻ മാസ്റ്ററുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയ അനുഭവം പിൽക്കാലത്ത് മമ്മൂട്ടി തന്നെ ഓർത്തെടുത്തിട്ടുണ്ട്. എടാ പാപ്പു, ബഹളം വെക്കാതെ, അയാൾ ഇനിയും കുഴപ്പമുണ്ടാക്കും. എടാ അവരോധേ, എന്റെ കുടുംബം നീ നശിപ്പിച്ചല്ലോടാ. ഇതിന് ഞാൻ പകരം ചോദിക്കുമടാ അവരോധേ. നമുക്ക് ഇതൊക്കെ പെരുക്കിയെടുക്കാം. വേണ്ട വേണ്ട, എന്റെ കട ആരും തൊട്ടുപോകരുത്. ഇതിനു പുറമെ സിനിമയിലേക്ക് എത്തുന്നതിനു മുമ്പ് പോലീസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സത്യൻ ചിത്രത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ വിധി തകർത്ത കുറ്റവാളിയായി നടന്നു നീങ്ങുന്ന രംഗം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിരോധാഭാസമായി മാറി. മലയാള സിനിമാ സംഗീത ശാഖയിലെ സുവർണ കൂട്ടുകെട്ടായ വയലാർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും തിയേറ്ററുകളിലും റേഡിയോകളിലും തരംഗമായി മാറി. സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ 1970കളിലെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ബിഗ് ബജറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. റിലീസിനുശേഷം ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിച്ച ചിത്രം വലിയ സാമ്പത്തിക ലാഭം നേടി സൂപ്പർ ഹിറ്റായി മാറി. പുരസ്കാരതലത്തിൽ 1971 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ സത്യന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അനുഭവങ്ങൾ പാളിച്ചകൾ, കരകാണാക്കടൽ എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനങ്ങൾ മുൻനിർത്തിയായിരുന്നു ഈ അംഗീകാരം. കൂടാതെ പ്രശസ്ത നടൻ കമൽ ഹാസൻ തെരഞ്ഞെടുത്ത തന്റെ പ്രിയപ്പെട്ട 70 ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടികയിലും അനുഭവങ്ങൾ പാളിച്ചകൾ ഉൾപ്പെട്ടിരുന്നു. മാനുഷിക വികാരങ്ങളുടെ സങ്കീർണതയും സാമൂഹിക വ്യവസ്ഥിതികളുടെ സമ്മർദ്ദങ്ങളും വ്യക്തിജീവിതങ്ങളിൽ സൃഷ്ടിക്കുന്ന പാളിച്ചകളെ കൃത്യമായി വിശകലനം ചെയ്ത ചിത്രമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യൻ എന്ന അഭിനയ പ്രതിഭയുടെ വിടവാങ്ങലിന്റെ കണ്ണീരും മമ്മൂട്ടി എന്ന യുഗപ്രഭാവന്റെ കടന്നുവരവും ഒരുപോലെ അടയാളപ്പെടുത്തിയ ഈ ചലച്ചിത്രം മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സർവകാല ക്ലാസിക്കുകളിലൊന്നായി എന്നും ശോഭിച്ചു നിൽക്കുന്നു.
ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അവലോകനങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സിനിമാ പ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.